എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് മുരിങ്ങയിലോണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇത് മുരിങ്ങയിലോണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിപൊളി ഐറ്റം എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാനിതാ ഇത്രയും മുരിങ്ങയില ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ മുരിങ്ങയിലുണ്ട്. അപ്പോൾ ഇതാ ഇത്ര പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളൊരു വറവിനൊക്കെ എടുക്കുന്ന അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. ഇനി വേണ്ടത് ഇത്തിരി കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഒരു കഷ്ണം, ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത്, പിന്നെ 2 പച്ചമുളകാണ് കേട്ടോ. ഞാൻ എരിവ് കുറച്ചതാണ്. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കപ്പ് അളവിൽ തന്നെ ഞാൻ കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയും 1 കപ്പ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ കട്ടകളൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ബാറ്റർ വേണ്ടത്. അധികം ലൂസാവാത്ത രീതിയിലാണ് വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് 2 ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചതാണ്. അപ്പോൾ ഒരു 2-3 പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ അളവ് കുറച്ചതാണ്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ തണ്ടൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതൊക്കെ നല്ലതല്ലേ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മുരിങ്ങയില ചെറിയ ചെറിയ തണ്ടോടുകൂടി നമ്മൾ വറുത്തിട്ട് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുട്ടികൾ മുരിങ്ങയിലൊന്നും കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഓരോ ഉരുളകളായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. വളരെ പെട്ടെന്ന് ആയി കിട്ടും. നമ്മുടെ ആ മുരിങ്ങയിലേക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇത് എത്ര പെട്ടെന്ന് റെഡിയായി നോക്കിയാൽ അത്രയും സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ടേസ്റ്റ് ആണെങ്കിലോ മുരിങ്ങയിൽ വെച്ച് ചെയ്തതാന്നേ പറയില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മൾ പൊരിച്ചെടുക്കാറില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കഴിച്ചാൽ നല്ല അടിപൊളിയാണ്. മക്കൾ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പം മുരിങ്ങയില കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ളതാണെന്ന്. നോക്കിയേ. അപ്പോൾ ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. നല്ല കഴിക്കാൻ വേണ്ടി നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മുരിങ്ങയിലാണ് ഉണ്ടാക്കിയ സാധനമാണെന്നേ പറയില്ല കേട്ടോ. കുട്ടികളൊക്കെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. കുട്ടികൾ മാത്രമല്ല. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിലേ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം എന്നോട് വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.